നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് തെനാബി സുഗാനോ ഡയഗ്രാം ആണ്. ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഓർഗൽ ഡയഗ്രാം എന്താണെന്നുള്ളത് കണ്ടു കഴിഞ്ഞതാണ്. അപ്പൊ ആ ഓർഗൽ ഡയഗ്രത്തിന്റെ ചില ലിമിറ്റേഷൻസ് റെക്ടിഫൈ ചെയ്തിട്ട രീതിയിൽ കുറച്ചുകൂടെ വൈഡ് ആപ്ലിക്കേഷൻ ഉള്ള ഒന്നാണ് തെനാബി സുഗാനോ ഡയഗ്രാം. അപ്പോ ഡീറ്റെയിൽസിലേക്ക് പോവാം. ആക്ച്വലി ഇത് എന്താ പറയാ, എന്തുകൊണ്ട് നമുക്ക് തെനാബി സുഗാനോ ഡയഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗൽ ഡയഗ്രത്തിലുള്ള ഒരു ലിമിറ്റേഷൻ ആണ്. അതായത് ഓർഗൽ ഡയഗ്രാം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർഗൽ ഡയഗ്രാം ആർക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഹൈസ്പിൻ കോംപ്ലക്സിന് മാത്രമാണ്, അല്ലെ? ഹൈസ്പിൻ കോംപ്ലക്സ് അല്ലെങ്കിൽ വീക്ക് ഫിയർഡ് കേസിൽ ഓർ ഹൈസ്പിൻ കോംപ്ലക്സിൽ മാത്രമായിരുന്നു നമുക്ക് ഓർഗൽ ഡയഗ്രാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ സ്ട്രോങ് ഫീൽഡ് വരുമ്പോ അല്ലെങ്കിൽ നമ്മുടെ കോംപ്ലക്സ് സ്ട്രോങ് ഫീൽഡ് വരിക മീൻസ് സ്ട്രോങ് ഫീൽഡ് വരിക മീൻസ് കോംപ്ലക്സ് എന്തിന് ഇക്വലന്റ് ആണ്? ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. ഓക്കെ, സ്ട്രോങ് ഫീൽഡ് ഇരിക്കാണ്ടാണ് വരുന്നെങ്കിൽ ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു പെർട്ടിക്കുലർ കോംപ്ലക്സിനകത്ത് എങ്ങനെയാണ് ടേംസ് സ്പ്ലിറ്റ് ആവുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ എനർജി ചേഞ്ച് ആവുന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഓർഗൽ ഡയഗ്രത്തിനകത്ത്. അപ്പൊ അത് വലിയൊരു ലിമിറ്റേഷൻ ആണ്. സോ അതുകൊണ്ട് റെക്ടിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മുടെ തെനാബി സുഗാനോ ഡയഗ്രാം വന്നത്. ഇത് പ്രപ്പോസ് ചെയ്തത് ജാപ്പനീസ് കെമിസ്റ്റ് ആയ തെനാബി സുഗാനോയും കൂടെ ചേർന്നിട്ടാണ്. ജാപ്പനീസ് കെമിസ്റ്റ് ആണ്. അപ്പൊ അവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഡയഗ്രാം പ്രപ്പോസ് ചെയ്തത്. ഓർഗൽ ഡയഗ്രാംസിന് സിമിലർ തന്നെയാണ് തെനാബി സുഗാനോ ഡയഗ്രാം. ഇതും കാണിക്കുന്നത് എങ്ങനെയാണ് എന്താ പറയാ, ഫീൽഡ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് മാറുന്നതിനനുസരിച്ച് വീക്ക് ടു സ്ട്രോങ് ഫീൽഡിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് എനർജി സ്റ്റേറ്റ്സിന്റെ എനർജി മാറുന്നത്. അതാണ് തെനാബി സുഗാനോ ഡയഗ്രാം കാണിക്കുന്നത്. ഇതാണ് അതിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഇത് കാണിക്കുന്നത് എനർജിയുടെ വേരിയേഷൻ തന്നെയാണ്. വൈ ആക്സിസിൽ എനർജിയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, എക്സ് ആക്സിസിൽ ഫീൽഡാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫീൽഡ് കൂടി കൂടി വരുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഓരോ ടേംസിന്റെയും എന്ത് മാറുന്നത്, എനർജി വേരി ചെയ്യുന്നത് എന്ന് തന്നെയാണ് നമ്മുടെ തെനാബി സുഗാനോ ഡയഗ്രാം പറയുന്നത്, ഓർഗൽ ഡയഗ്രാം പോലെ തന്നെ. പക്ഷെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് വീക്ക് ആൻഡ് സ്ട്രോങ് ഫീൽഡ്. അതായത് ലോ സ്പിൻ കേസും ഹൈ സ്പിൻ കേസും അല്ലെങ്കിൽ വീക്ക് ഫീൽഡിന്റെയും സ്ട്രോങ് ഫീൽഡിന്റെയും കേസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ദ സെൻസ് അതുകൊണ്ട് തന്നെ ഓർഗൽ ഡയഗ്രാമിന്റെ സിമിലർ ആണ് ഇതും. എന്താ പറയാ, എനർജിയുടെ വേരിയേഷൻ ആണ് കാണിക്കുന്നത്. ടേംസിന്റെ എനർജി എങ്ങനെയാണ് ഫീൽഡ് മാറുന്നതിനനുസരിച്ച് മാറുന്നതാണ് കാണിക്കുന്നത്. ആ ഒരു സെൻസിൽ ഓർഗൽ ഡയഗ്രാമായിട്ട് സിമിലർ ആണ്. പക്ഷെ ഓർഗൽ ഡയഗ്രത്തിന് കുറച്ച് വ്യത്യാസമാണ്. അല്ല, വേറെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ലോവസ്റ്റ് എനർജി ടേമിന നമ്മള് എക്സ് ആക്സിസിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. ലോവസ്റ്റ് എനർജി ടേം എന്നുള്ളതല്ല, സിംപ്ലി അറ്റോമിക് ടേം സിമ്പിൾ ഉണ്ടല്ലോ, അറ്റോമിക് ടേം സിമ്പിൾ നമ്മൾ വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യും. ദെൻ കറസ്പോണ്ടിങ് ടേംസ് എക്സ് ആക്സിസിൽ വരും. പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യും, ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോവസ്റ്റ് എനർജി ടേമിനെ വൈ ആക്സിസ് ആയിട്ട് അങ്ങ് എടുക്കും നമ്മൾ. പക്ഷേ ഓർഗൽ ഡയഗ്രത്തിനകത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ ഓർഗൽ ഡയഗ്രം നമ്മൾ പറയുകയാണെങ്കിൽ ഇതാണ് എനർജി ആക്സിസ്, ഇതാണ് ആ ഫീൽഡെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്ട്രെങ്ത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം അതിന്റെ സെന്ററിലായിട്ട് അങ്ങ് കാണാം. വൈ ആക്സിസിൽ ഒരു പോയിന്റ് എടുത്ത് അതിന്റെ സെന്ററിലായിട്ടായിരിക്കും നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മുടെ അറ്റോമിക് ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ എങ്ങനെയാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പിന്നെ പ്ലോട്ട് ചെയ്യും. ഓക്കെ, സെന്ററിലായിട്ട് നമ്മൾ എടുത്തിട്ട് പിന്നെ പ്ലോട്ട് ചെയ്യും. അതാണ് നമ്മൾ ഓർഗൽ ഡയഗ്രത്തിൽ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ തെനാബി സുഗാനോ ഡയഗ്രത്തിനകത്ത് അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ നോക്കി, ഇതൊരു D2 സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തെനാബി സുഗാനോ ഡയഗ്രാം ആണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേന് ഈ വൈ ആക്സിസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഓർഗൽ ഡയഗ്രത്തിനകത്ത് പോലെ തന്നെ അറ്റോമിക് ടേം സിമ്പിൾസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു കേസ് നമ്മൾ നേരത്തെ പോലെ സെന്ററിൽ വെച്ചല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഏറ്റവും ഗ്രൗണ്ട് സ്റ്റേറ്റ് F3 ആണ്. D2 സിസ്റ്റം വരുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്താണ്, F3 ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. F3 ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പൊ F3 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിന് ഏറ്റവും താഴെ ബോട്ടത്തിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നടുക്കൊന്നും കൊണ്ടുവച്ചല്ല റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആ സെന്ററിലായിട്ട് അല്ലെങ്കിൽ ഒറിജിനലാണ് ഏറ്റവും ബോട്ടത്തിൽ, ആ ഒറിജിൻ പോയിന്റിലാണ് ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേമിന് എന്താണ്, F ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എങ്കിൽ അത് T1G, T2G, A2G ഇങ്ങനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യല്ലോ. ഈ കൂട്ടത്തില് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഏതാണോ, T1G ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എങ്കിൽ T1G. നമ്മുടെ D2 സിസ്റ്റത്തിനകത്ത് ഒക്ടാഹീഡ്രൽ ഫീൽഡ് വരുമ്പോഴത്തേന് എന്താണ്, T1G ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പൊ ആ T1G ഗ്രൗണ്ട് സ്റ്റേറ്റിന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു എക്സ് ആക്സിസിലായിട്ടായിരിക്കും പ്ലോട്ട് ചെയ്യുന്നത്. കണ്ടോ,
ഈ ഒരു ലൈൻ, ഏറ്റവും ബോട്ടത്തിൽ വരുന്ന ഈ ഒരു ലൈൻ, ആ ഒരു ലൈൻ എന്തിനാ എക്സ്പ്രസ് ചെയ്യുന്നത്? T1G ഗ്രൗണ്ട് സ്റ്റേറ്റിനെയാണ് ഈ ഒരു എക്സ് ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആക്ച്വലി T1G ഗ്രൗണ്ട് സ്റ്റേറ്റിനെ തന്നെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓഗൽ ഡയഗ്രത്തിനകത്ത് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു മെയിൻ വ്യത്യാസം. മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് അറ്റോമിക് ടേം സിംബലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ എക്സ് ആക്സിസ് സൈഡിൽ വരുന്നത്, അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ആ ഗ്രൗണ്ട് സ്റ്റേറ്റിനെയാണ് നമ്മൾ എക്സ് ആക്സിസിലായിട്ട് ഏറ്റവും ബോട്ടത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിനെ ആയിരിക്കും. പിന്നെ വേറൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓഗൽ ഡയഗ്രത്തിൽ എന്താ ചെയ്തത്? എനർജി, ഓരോ ടേംസിന്റെ എനർജി ഓഫ് ടേം വേഴ്സസ് ഫീൽഡ് സ്ട്രെങ്ത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്തത്. എക്സ് ആക്സിസിൽ ഫീൽഡ് സ്ട്രെങ്ത്തും വൈ ആക്സിസിൽ ഓരോ ടേമിന്റെയും എനർജി ആ ഫീൽഡ് സ്ട്രെങ്തിനനുസരിച്ച് എങ്ങനെ മാറുന്നു എന്നുള്ളത് കാണിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇത് കുറച്ചുകൂടെ വൈഡ് ആപ്ലിക്കേഷൻ ഉള്ളതാണ്. എല്ലാ കോംപ്ലക്സിനും അപ്ലൈ ചെയ്യണം, ആ രീതിയിലാണ് ഇത് ഈ ഒരു ഡയഗ്രം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എനർജി അല്ല എടുക്കുന്നത്, എനർജീന ഇ ബൈ ബി. ബിയെ വിളിക്കുന്ന പേര് രാക്ക പാരാമീറ്റർ എന്നാണ്. പാരാമീറ്റർ. അപ്പൊ ഇത് ഇലക്ട്രോണിക് റിപ്പൾഷൻ, ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ കാണിക്കുന്ന ഒരു ടേം ആണ് രാക്ക പാരാമീറ്റർ. അപ്പൊ രാക്ക പാരാമീറ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ തൽക്കാലം എടുക്കുക. രാക്ക പാരാമീറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് റിപ്പൾഷൻ, ഒരു കോംപ്ലക്സിനകത്തുള്ള ഇലക്ട്രോൺ റിപ്പൾഷൻ കാണിക്കുന്ന ഒരു ടേം ആണ് രാക്ക പാരാമീറ്റർ. അപ്പൊ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എനർജീനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വാല്യൂ ആണ് നമ്മൾ വൈ ആക്സിൽ പ്ലോട്ട് ചെയ്യുന്നത്. അതുപോലെ ഡി ക്യൂ അല്ലെങ്കിൽ ഡെൽറ്റ ഒ. ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താ? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. അതിന് നമ്മൾ ബി കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ടേമിനെയാണ് നമ്മൾ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഡെൽറ്റ ഒ ഫീൽഡ് സ്ട്രെങ്തിന് പ്രപ്പോർഷണൽ ആയിട്ടാണ് എന്ത് വരുന്നത്? ഡെൽറ്റ ഒ അല്ലെങ്കിൽ ഡി ക്യൂ, അതായത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന ലിഗാൻഡിന്റെ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടുത്തെ സ്പ്ലിറ്റിംഗ് കൂടുതലായിരിക്കും. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുതലായിരിക്കും, ഡെൽറ്റ ഒയുടെ വാല്യൂ കൂടുതലായിരിക്കും. അതായത് ഫീൽഡ് സ്ട്രെങ്തിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ടേം തന്നെയാണ് ഡെൽറ്റ ഒ എന്ന് പറയുന്നത്, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. അപ്പൊ ആ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിനെ നമ്മൾ എന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യും? ബി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള വാല്യൂ, അതാണ് നമ്മൾ എക്സ് ആക്സിൽ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എനർജി വേഴ്സസ് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് ഓഗൽ ഡയഗ്രത്തിനകത്ത് യൂസ് ചെയ്തെങ്കിൽ ഫെർനാണ്ടസ് ഇഗ്യാനോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എനർജീനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യും, അതുപോലെ ഡെൽറ്റ ഒ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതാണ് വൈ ആക്സിലും എക്സ് ആക്സിലും ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ ഫെർനാണ്ടസ് ഇഗ്യാനോ ഡയഗ്രത്തിലെ ഒരു വേറൊരു ഇമ്പോർട്ടന്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ലൈക്ക് എല്ലാ എനർജി ടേംസും നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഓഗൽ ഡയഗ്രത്തിനകത്ത് നമ്മൾ എന്താ ഗ്രൗണ്ട് സ്റ്റേറ്റുമായിട്ട് സെയിം മൾട്ടിപ്ലിസിറ്റി വരുന്ന അറ്റോമിക് സ്റ്റേറ്റ്സിനെ മാത്രമാണ്, അറ്റോമിക് ടേംസിനെ മാത്രമാണ് നമ്മൾ ബൈ ആക്സിൽ റെപ്രസെന്റ് ചെയ്തത്. ഇപ്പൊ F3 ആണെങ്കിൽ നമ്മൾ P3 കൂടെ റെപ്രസെന്റ് ചെയ്തോളൂ. അതിന്റെ ടോപ്പിൽ G1 വരുന്നുണ്ട്, D1 വരുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ നമ്മളങ്ങ് കളഞ്ഞു. ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റുമായിട്ട് സെയിം മൾട്ടിപ്ലിസിറ്റി ഉള്ളവരെ മാത്രമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഫെർനാണ്ടസ് ഇഗ്യാനോയിൽ അങ്ങനെയൊന്നുമല്ല. എത്ര ടേംസ് ഉണ്ടോ ഒരു ഗിവൺ D2 സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ടേംസ് വരും? 5 ടേംസ് വരുന്നുണ്ട്. അപ്പൊ 5 F3 P3 then D1 G1 S1 എന്ന് പറഞ്ഞിട്ട് 5 ടേംസ് വരുന്നുണ്ട്. ആ 5 ടേംസിനെ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ അതിന്റെ ടോപ്പിൽ അതിന്റെ എനർജി ലെവൽ, ഓരോ ടേമിന്റെ എനർജി ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, F3 വന്നു, D1 P3 then S1 ഉണ്ട്, ഇവിടെ ഇടയ്ക്ക് G1 വരുന്നുണ്ട്, G1 then S1. അപ്പൊ എല്ലാ ടേംസിനെയും മൾട്ടിപ്ലിസിറ്റി ഒന്നും നോക്കണ്ട, എല്ലാ ടേംസിനെയും എന്ത് ചെയ്യും? വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യും. ദെൻ ഫീൽഡ് സ്ട്രെങ്ത് മാറുന്നതിനനുസരിച്ചുള്ള അതിന്റെ സ്പ്ലിറ്റിങ് നമ്മൾ കാണിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഓഗൽ ഡയഗ്രോ ഫെർനാണ്ടസ് ഇഗ്യാനോ ഡയഗ്രോ ആയിട്ടുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ജസ്റ്റ് നോട്ട് ചെയ്തേക്കാണ്, ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ദെൻ ഇത് D2 സിസ്റ്റത്തിന്റെ ഫെർനാണ്ടസ് ഇഗ്യാനോ ഡയഗ്രോ ആണ്. ഓക്കെ, നമ്മുടെ D1 സിസ്റ്റം ആണെങ്കിലും D9 സിസ്റ്റം ആണെങ്കിലും D1 സിസ്റ്റത്തിനും D9 സിസ്റ്റത്തിനും ആകെ ഒരേ ഒരു ടേം സിമ്പിളേ ഉള്ളൂ. T എന്ന് പറയുന്ന ഒരു സിംഗിൾ ടേം സിമ്പിൾ ഉള്ളൂ. അതിന്റെ ഹയർ സ്റ്റേറ്റ്സ് ഒന്നും വരുന്നില്ല.
അപ്പൊ D1നും D9നും ഓർഗൻ ഡയഗ്രത്തിന് എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ള ഡയഗ്രം തന്നെയാണ് തെനാബേസ് സുഗാനോയിൽ കിട്ടുന്നത്. പിന്നെന്ന് പറയുന്നത് ഒരു പ്രത്യേകത, സ്ട്രോങ് ഫീൽഡ് ആണെങ്കിലും വീക്ക് ഫീൽഡ് ആണെങ്കിലും ടേംസിന്റെ എനർജിക്ക് മാറ്റമൊന്നും വരുന്നില്ല. ഓർഗൻ ഡയഗ്രത്തിനകത്ത് നമ്മൾ വീക്ക് ഫീൽഡ് കേസിൽ എങ്ങനെ എനർജി മാറുന്നു, ഇപ്പം ഡി സ്റ്റേറ്റ് ആണെങ്കിൽ T2G AG എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ AG T2G എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ D1 ആൻഡ് D9 കേസിൽ നമ്മൾ ഫീൽഡ് വീക്ക് ഫീൽഡിൽ നിന്ന് സ്ട്രോങ്ങിലേക്ക് പോയെന്ന് വിചാരിച്ചിട്ട് എനർജി പാറ്റേണിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ ഓർഗൻ ഡയഗ്രത്തിന് സിമിലർ ആയിട്ടുള്ള ഒരു കേസ് തന്നെ ആയിരിക്കും D1ന്റെയും D9ന്റെയും ഇതെന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ വിട്ടു. ഞാൻ ഇപ്പം പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. D4 സിസ്റ്റം എന്നൊക്കെ പറയുമ്പോഴത്തേനെ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, ഫീൽഡ് സ്ട്രെങ്ത് മാറുന്നതിനനുസരിച്ച് എനർജി പാറ്റേൺ മാറില്ല എന്ന്, അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് പാറ്റേൺ മാറില്ല എന്ന്. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് അടുത്ത D4 സിസ്റ്റത്തിന്റെ ഈ ഒരു ഡയഗ്രം കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് D2 സിസ്റ്റത്തിന്റെ തെനാബേസ് സുഗാനോ ഡയഗ്രം ആണ്. വൈ ആക്സിസിൽ നമ്മൾ സിംപ്ലി ടേംസിനെ പ്ലോട്ട് ചെയ്യുന്നു. നമ്മൾ ഏറ്റവും ബോട്ടത്തിലായിട്ട് ഒറിജിനൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയ F3നെ പ്ലോട്ട് ചെയ്യുന്നു. F3യുടെ ഒക്ടാഹീഡ്രൽ ഫീൽഡ് ആണ്. ഒക്ടാഹീഡ്രൽ ഫീൽഡ് ആകുമ്പോൾ F3യുടെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാ, T1G T2G A2G. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് T1G ആണ്. അത് നമ്മൾ എക്സാക്സിൽ പ്ലോട്ട് ചെയ്തു. ദെൻ F3 എന്ന് പോയിരിക്കുന്ന ടേംസ് ആണ് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി. കണ്ടോ, ഈ റെഡ് ലൈനിൽ കാണിക്കുന്നത് എന്താ, ഇതിന്റെ ടേംസ് ആണ്. ഫീൽഡ് സ്ട്രെങ്ത് മാറുന്നതിനനുസരിച്ച് അതിന്റെ എനർജി വേരി ചെയ്തേ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഫീൽഡ് സ്ട്രെങ്ത് വളരെ കൂടി പോകുമ്പോഴത്തേനെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഈ F3 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് അതിന്റെ സ്പ്ലിറ്റിംഗ് വഴി ഉണ്ടാവുന്ന ടേംസ് ഉണ്ടല്ലോ, T1G T2G A2G, അത് ഓൾവേസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ല. ഓൾവേസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ല എന്നുള്ളതല്ല, ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ എനർജിനെക്കാട്ടിലും താഴെ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, ഇത് ഫീൽഡ് സ്ട്രെങ്ത് കുറവാണെങ്കിൽ ഇത്രയും ഒരു പോർഷനിൽ, ഇത് വളരെ ഫീൽഡ് സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്ന പോർഷനാണ്. ഇത്രയും പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എനർജി തന്നെയാണ് ഏറ്റവും മിനിമമായിട്ട് നിൽക്കുന്നത്. അതായത് ഹൈ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ ടേംസിനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ടേംസിന്റെ എനർജിയാണ് ഏറ്റവും കുറവ്. പക്ഷേ ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ക്രോസിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫീൽഡ് സ്ട്രെങ്ത് കൂടി പോകുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓൾവേസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് T1G തന്നെയാണ് നിൽക്കുന്നത്. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. നമ്മൾ എത്ര ഫീൽഡ് സ്ട്രെങ്ത് കൂട്ടിയാലും ഗ്രൗണ്ട് സ്റ്റേറ്റ് T1G തന്നെയാണ്, അതിന് മാറ്റം വന്നിട്ടില്ല. പക്ഷെ ബാക്കി ടേംസിന്റെ ഒക്കെ എനർജി കൂടി പോകുന്നുണ്ട്. അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റില് ടേംസിനേക്കാളും എനർജി ഹയർ ആയിട്ട് വരുന്നുണ്ട് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയ F3യുടെ ടേംസിന് എപ്പോ ഫീൽഡ് സ്ട്രെങ്ത് കൂടുമ്പോൾ. അത് നമുക്ക് ഈ ഒരു ഹയർ ഫീൽഡ് സ്ട്രെങ്ത് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ A2G സ്റ്റേറ്റിന്റെ എനർജി ഇത്രത്തോളം വന്നിട്ടുണ്ട്. ഞാൻ ഇത്ര ഒരു ഹയർ ഫീൽഡ് സ്ട്രെങ്തിലാണ് മോളിക്യൂൾ നിൽക്കുന്നതെങ്കിൽ A2G സ്റ്റേറ്റിന്റെ എനർജി ഇത്രത്തോളം ഹൈ ആണ്. അതായത് ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് നമ്മൾ വിളിച്ചിരുന്ന G1ന്റെയും D1ന്റെയും ഒക്കെ ടേംസിനെക്കാട്ടിലും ഹൈ എനർജിയിൽ നിൽക്കുകയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് വന്ന F3യുടെ ഈ ഒരു A2G ടേമിന്റെ എനർജി. ഫീൽഡ് സ്ട്രെങ്ത് മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. അല്ലാണ്ട് F3 ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഓൾവേസ് ഏത് ഫീൽഡിലും അതിന്റെ ടേംസിനാണ് ലോവർ എനർജി വരേണ്ടത് എന്ന് യാതൊരു നിർബന്ധവും. എനർജി ലെവൽസ് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ D2 സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത, വീക്ക് ഫീൽഡ് ആണെങ്കിലും സ്ട്രോങ് ഫീൽഡ് ആണെങ്കിലും T1Gക്ക് മാറ്റമൊന്നുമില്ല. T1G ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ നമ്മൾ പോവാണ്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓൾവേസ് എന്താണ്, T1G തന്നെയാണ്. കാരണം വേറെ ആളുടെ എനർജി കുറഞ്ഞ് T1Gയിലും താഴെ വന്നിട്ടില്ലല്ലോ. സോ ഗ്രൗണ്ട് സ്റ്റേറ്റ് വീക്ക് ഫീൽഡിലും സ്ട്രോങ് ഫീൽഡിലും T1G തന്നെയാണ് D2 സിസ്റ്റത്തിന്. അത് നിങ്ങളൊന്ന് ഓർത്തിരുന്നു. ഇത് നെക്സ്റ്റ് D3 സിസ്റ്റത്തിന്റെ D3 സിസ്റ്റമാണ് ഇത്. D3 സിസ്റ്റത്തിന്റെ തെനാബേസ് സുഗാനോ ഡയഗ്രമാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. D3 സിസ്റ്റത്തിന്റെ ഒക്ടാഹീഡ്രൽ ഫീൽഡിലുള്ള നമ്മുടെ D3 സിസ്റ്റമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ D3 സിസ്റ്റം ആവുമ്പോഴത്തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് F4 ആണ്. അതിന് തൊട്ട് മേലെ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിട്ട് P4 ഉണ്ട്. നമുക്ക് F4 ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിട്ട് P4 ഉണ്ട്, G2 ഉണ്ട്, H2 ഉണ്ട്, P2 ഉണ്ട്, D2 ഉണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് കുറെ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ D3യുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് F4 ആണ്. ഓക്കെ, അപ്പൊ ഒക്ടാഹീഡ്രൽ ഫീൽഡില് F എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ആവുന്നത്, T1G T2G A2G എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. പക്ഷേ D3 സിസ്റ്റം ആവുമ്പോഴത്തേനും ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് A2G, ഏറ്റവും ടോപ്പില് T1G ആണ് പോകുന്നത്, അടുത്ത് T2G.
അപ്പൊ ഇതാണ് സ്പ്ലിറ്റിംഗ്. ഓക്കെ,